ലോക സാക്ഷരതാ ദിനത്തിൽ അക്ഷര പൂക്കളം തീർത്ത് ദർശനം ഗ്രന്ഥാലയം. വിവിധ ഭാഷകളിലെ അക്ഷരങ്ങളായാണ് പൂക്കളങ്ങൾ ഒരുക്കിയത്. പങ്കെടുത്തവർക്ക് പൂക്കൾ നൽകി ഡോക്ടർ ജെ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം അറിയാനും സമാധാന ലോകത്തിനും സാക്ഷരത എന്ന ഈ വർഷത്തെ സാക്ഷരതാ ദിന സന്ദേശം മുൻനിർത്തി ദർശനം ഗ്രന്ഥാലയം അക്ഷര പൂക്കള മത്സരം സംഘടിപ്പിച്ചു. അറബി, ഉറുദു, ബംഗാളി, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, കന്നഡ ഭാഷകളിൽ പൂക്കളം തീർക്കാൻ 37 പേർ എത്തി. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് HSS വിദ്യാർത്ഥിനി ചിന്തു വിനീഷിനും ഒന്നാം ഘട്ട സാക്ഷരതാ ഇൻസ്ട്രക്ടർ CP ആയിഷബിക്കും പൂക്കൾ കൈമാറി. സംസ്കൃതം സർവകലാശാല മുൻ VCയും സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാനുമായ ഡോക്ടർ ജെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബോർഡ് മുൻ സൂപ്രണ്ട് A ഗിരീഷ് കുമാർ, JDT ഇസ്ലാം അധ്യാപകൻ P ഹാറൂൺ, സ്വയം തൊഴിൽ സംരംഭക ശശികല മഠത്തിൽ, തുല്യതാ പഠിതാവ് മിനി ജോസഫ്, ഒന്നാം ഘട്ട സാക്ഷരതാ ഇൻസ്ട്രക്ടർ ND ഉണ്ണികൃഷ്ണൻ, ബാലവേദി മെന്റർ P തങ്കം, മേരിക്കുട്ടി ശശിധരൻ, സുരേഷൻ PP എന്നിവർ നേതൃത്വം നൽകി. ദർശനം ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് CP ആയിഷബി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി MA ജോൺസൺ, ലൈബ്രറിയൻ V ജുലൈന എന്നിവരും സംസാരിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൽ വെച്ച് എഴുത്തുകാരൻ ലത്തീഫ് പറമ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.